ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഇന്ന് ഒരു സ്പെസിഫിക് കാര്യമല്ല ഞാൻ ഈ ട്യൂട്ടോറിയലിൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടുന്നത് ക്യാമറ റിവ്യൂസ് ചെയ്യുമ്പോഴാണ്. അതിന് മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു, ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ആളുകൾ കൂടുതലും പുതിയ പുതിയ ക്യാമറകളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ 5D Mark IV പോലുള്ള അല്ലെങ്കിൽ 1DX ഒക്കെ പോലുള്ള ക്യാമറകളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോമ്പോസിഷൻ സ്കിൽസും അതുപോലെ തന്നെ എഡിറ്റിങ്ങും അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് റൂമിൽ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോമ്പോസിഷൻ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയാണ്. ക്രിസ്റ്റഫർ എന്നാണ് പേര്. അപ്പോൾ ക്രിസ്റ്റഫർ യൂസ് ചെയ്തിരിക്കുന്നത് 80D ക്യാമറയാണ്. അതുപോലെ ലെൻസ് 50mm f2.2 ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ക്യാമറയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 65,000-70,000 വിലയുണ്ട്. ലെൻസിനാണെങ്കിൽ ഇപ്പോൾ 10,000, എല്ലാം കൂടെ കൂട്ടിയിട്ട് 80,000 വിലയുള്ള ടോട്ടൽ ഗിയറാണ്. സെയിം ക്യാമറ തന്നെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ യൂസ് ചെയ്താലും ഒരു 50mm ലെൻസ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഷോട്ട് നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ റോ ഫോർമാറ്റിലാണ് നമ്മൾ ഇതുപോലുള്ള പോർട്ട്ഫോളിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എഡിറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. നല്ലൊരു ചിത്രമാണ്. പുറകിലൊരു വ്യക്തി നിൽപ്പുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ചിത്രം ടോട്ടലി ഗുഡാണ്. കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത് ഫോട്ടോഷോപ്പിലൊക്കെ. ലൈറ്റ് റൂമിൽ നമുക്ക് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ, കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഷാഡോസ് ഇച്ചിരി കൂടി ഇൻക്രീസ് ചെയ്യാം. ഷാഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ഫേസൊക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്ററായിട്ട് നമുക്ക് കിട്ടി. ടെമ്പറേച്ചർ ഒരു ഓറഞ്ച് സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. നോർമലി ഞങ്ങൾ ഇച്ചിരി ഓറഞ്ച് രീതിയിലാണ് ചെയ്യുന്നത്. ക്ലാരിറ്റി ചെറുതായിട്ട് കൂട്ടുന്നു, വൈബ്രൻസ് ചെറുതായിട്ട് കൂട്ടുന്നു. ഇപ്പോൾ ലൈറ്റ് റൂമിൽ ഇത്രയുമേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കേഴ്സിൽ RGB കേഴ്സിൽ ഞാൻ റെഡ് ചെറുതായിട്ട് ചിലപ്പോൾ കൂട്ടാറുണ്ട്. സ്കിന്നിന് ആ ഒരു ചെറിയ റെഡ് കളർ കിട്ടാനായിട്ട് റെഡ് ചെറുതായിട്ടൊന്ന് കൂട്ടാറുണ്ട്. അത് വലുതായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈറ്റ് റൂമിലെ പരിപാടി. പിന്നെ ഞാൻ ഈ ഫോട്ടോഷോപ്പിൽ ചെയ്യാഞ്ഞതുകൊണ്ട് രണ്ടാമത് ചെയ്യുന്നതാണിത്. ആദ്യം ചെയ്ത വർക്ക് ഇതാണ്. ഫോട്ടോഷോപ്പിലേക്ക് ഓൾറെഡി ഞാൻ ഇമ്പോർട്ട് ചെയ്ത് സ്കിന്നും ചെയ്തിട്ടുണ്ട്. സ്കിൻ ഞാൻ നിങ്ങളെ കാണിക്കാം ചെയ്യുന്നത് എങ്ങനെയാണ്. ലൈറ്റ് റൂമിൽ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുക്കുക. എന്നിട്ട് എഫക്ട്സിൽ വന്നിട്ട് ആദ്യം ഒന്ന് എഫക്ട്സ് എന്ന് പറയുന്ന പേരിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ആവും, എല്ലാം 0യിലേക്ക് റീസെറ്റ് ആവും. ഇനി ജസ്റ്റ് സ്കിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് സോഫ്റ്റ് ആൻഡ് സ്കിൻ ലൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൾറെഡി ഫോട്ടോഷോപ്പിലുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കിന്നിന് വേണ്ടി നിങ്ങളുടെ ബ്രഷ് റെഡിയാണ്. ജസ്റ്റ് സ്കിന്നിൽ കൂടെ മാത്രം ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. അപ്പം ലൈറ്റ് റൂമിലെ സ്കിൻ റീടച്ചിങ് റെഡിയായി. എനിക്കൊന്ന് പഴയ വെർഷൻസിൽ അത്ര നല്ലതല്ല ഈ സ്കിൻ ചെയ്യുന്നത് ലൈറ്റ് റൂമിൽ. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓട്ടോ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ടിക്ക് ചെയ്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ സ്കിൻ നമ്മൾ ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കിൻ ചെയ്യുമ്പോൾ കണ്ണിനകത്തോട്ടൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓട്ടോ മാസ്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോർഡേഴ്സ് എല്ലാം ക്ലിയർ ആക്കി കറക്റ്റായിട്ടത് പോകും. ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. സെലക്റ്റഡ് മാസ്ക് ഓവർലേ കാണാനായിട്ട് ടിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ കണ്ണൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് റൂം കണ്ണിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലിപ്സ് എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ആ പോർഷനിൽ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൈനസ് ചെയ്യാം. അതായത് നമ്മൾ വരുത്തിയ ആ മാസ്ക് നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്തു. ഓൾട്ട് കീ പ്രസ് ചെയ്താൽ മൈനസ് ആവും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അൺഡൂ ചെയ്യാൻ സാധിക്കും. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ആ സൈഡിൽ കൂടി, ലിപ്സിൻ്റെ സൈഡിൽ കൂടി ഒന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം സ്കിൻ സോഫ്റ്റനിങ് നമ്മൾ ലൈറ്റ് റൂമിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീത്തിനെയും അതുപോലെ കണ്ണിനെയും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാനപ്പോൾ ഇത് ഡൺ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാനുള്ളൂ. വേറൊന്നും ചെയ്യുന്നില്ല. സ്കിൻ നമ്മൾ ചെയ്തു. ഒന്നും കൂടെ സ്കിൻ നിങ്ങളെ കാണിക്കും. ഇതാണ് സ്കിൻ. ഇനി വേണമെങ്കിൽ ചെറുതായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ആ ബ്രഷിൽ നമുക്ക് ജസ്റ്റ് എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ ചെറുതായിട്ട് നമുക്ക് ആ ഫേസിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്കിന്ന്. അപ്പോൾ ആ സ്കിൻ മാത്രം എക്സ്പോഷർ കൂട്ടിയാൽ നമുക്ക് സ്കിൻ മാത്രം ബ്രൈറ്റ്നസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഓൾറെഡി ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഡൺ കൊടുത്ത് സേവ് ചെയ്യാത്തത്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നു. ഫോട്ടോഷോപ്പിൽ ഞാനിത് ഈ ഫോട്ടോ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെയിം ഫോട്ടോ. വേറെ മാറ്റങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്ന് നോക്കാം. നോർമലി ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്യേണ്ട ഫോട്ടോസിൽ ലൈറ്റ് റൂമിൽ സ്കിൻ ചെയ്യാറില്ല, ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിലെ നോർമൽ എൻ്റെ സ്റ്റെപ്പ് സ്കിൻ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തായാലും നമുക്ക് പുറകിലെ ഈ സബ്ജക്റ്റ് ഡിസ്ട്രാക്ഷൻ, അതായത് പുറകിൽ നിൽക്കുന്ന ആളെ നമുക്കൊന്ന് മാറ്റാം.
അതിനുവേണ്ടി ഞാൻ 2 പുതിയ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. പുതിയ 2019, 2020 ഫോട്ടോഷോപ്പൊക്കെ ആണെങ്കിൽ സബ്ജക്റ്റ് സെലക്ഷനൊക്കെ വളരെ ഈസിയാണ്. ജസ്റ്റ് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് മുകളിൽ സെലക്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോഷോപ്പ് സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സെലക്ഷൻ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളൊരു സെലക്ഷൻ അല്ല, നമുക്ക് ജസ്റ്റ് ആ സെലക്ഷൻ ഒന്നും കൂടെ ബെറ്റർ ചെയ്യാം. വലിയ എഫേർട്ട് ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഫ്രണ്ട് പോർഷനിലെ പുല്ല് ഇൻക്ലൂഡഡ് ആയാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ബാക്കിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. അത് ഒന്നും കൂടെ നമുക്കൊന്ന് റിഫൈൻ ചെയ്യാം, സെലക്ഷൻ്റെ എഡ്ജസ്. അതുകൊണ്ട് സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാം. ഈ ഓപ്ഷൻസ് പഴയ ഫോട്ടോഷോപ്പിൽ കാണില്ല. അപ്പോൾ പുതിയ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ സിസ്റ്റം ആണെങ്കിലും പുതിയ ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പിലും ഉള്ള അതിൻ്റെ എന്ത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ ഫാസ്റ്റാണ്. പഴയ കമ്പ്യൂട്ടറുകളിലും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മുൻപുള്ള PC-യിലും ഇത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എഡ്ജ് ഒന്ന് റിഫൈൻ ചെയ്യാം. ചെവിയുടെയൊക്കെ പോർഷൻ. ഓക്കെ, വലുതായിട്ടൊന്നുമില്ല. സെലക്ഷൻ ഓൾറെഡി നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്തു. അതൊരു മാസ്കിലേക്ക് നമ്മുടെ സെലക്ഷനെ മാറ്റുന്നു. എന്നിട്ട് അതിന് താഴെ നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെയറിൽ നമ്മൾ ആ സെലക്ഷൻ കൊണ്ടുവരുന്നു. അതിനുവേണ്ടി കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ താഴത്തെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മുകളിലെ മാസ്കിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ മാസ്കിലെ സെലക്ഷൻ നമുക്ക് താഴെയുള്ള ലെയറിൽ നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊടുക്കുന്നു എന്നുള്ള ട്യൂട്ടോറിയലിൽ ഈ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ ആ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ഓപ്ഷനിൽ പോയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു ചെറുതായിട്ട്. എന്തിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എഡിറ്റ് കൊടുക്കുക, ഫില്ല് കൊടുക്കുക, കണ്ടൻറ്റ് വേറെ ഫില്ല് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ താഴെയുള്ള ലെയറിൽ നമ്മുടെ സബ്ജക്റ്റ് മാറ്റപ്പെട്ടു. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് മുകളിലത്തെ ലെയറിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് താഴെയുള്ള ലെയറിൽ നമുക്ക് കിട്ടി. മുകളിലത്തെ ലെയറിൽ നമുക്കപ്പോൾ സബ്ജക്റ്റിനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സബ്ജക്റ്റിന് മുമ്പിലുള്ള കുറച്ച് ആ പുല്ലിൻ്റെ പോർഷനും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലെയറിൽ നിന്ന് ഈ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ പുറയിലുള്ള ഈ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് വേണ്ട, നമുക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നോർമലി നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് മാറ്റാറുണ്ട്. അതിനുവേണ്ടി ക്ലോൺ സ്റ്റാമ്പ് ടൂൾ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഫ്ലോ നമുക്ക് 24 ഒന്നും വേണ്ട, ഒരു 5 അല്ലെങ്കിൽ 8 ഒക്കെ വരെ ഇടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 8ലേക്ക് പോകണം എന്ന് തോന്നുന്നു. ഫോട്ടോഷോപ്പ് മുൻപത്തേതിനെക്കാട്ടും വളരെ ഈസിയാണ്. ഒത്തിരി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസ്ട്രാക്ഷൻ. ഇതൊരു വ്യക്തിയാണ്, നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങളത് ഒഫൻസീവായിട്ട് എടുക്കരുത്. സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ പുതിയൊരു സെലക്ഷൻ ടൂൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ടൂളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പോർഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ ഈ ടൂൾ കൊണ്ട് വരച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സബ്ജക്റ്റിനെ ഇത് സെലക്ട് ചെയ്യും. ആ പോർഷനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ അത് സെലക്ട് ചെയ്തു. നമുക്ക് എന്തായാലും ആ ടൂളല്ല ഇവിടെ വേണ്ടത്. ജസ്റ്റ് ഒരു സ്ക്വയർ നമ്മളിവിടെ വരച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് കണ്ടൻറ്റ് അവെയർ ഫില്ല് കൊടുക്കുന്നു. അത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ടാണ് കണ്ടൻറ്റ് അവെയർ ഫില്ല് കൊടുത്തത്. ഡയറക്റ്റ്ലി കണ്ടൻറ്റ് അവെയർ ഫില്ല് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വിൻഡോ വരുന്നു. നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആ ഒരു പോർഷൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. കണ്ടൻറ്റ് അവെയർ പുതിയ കണ്ടൻറ്റ് അവെയർ ഫില്ല് കൊണ്ട് എനിക്ക് തോന്നുന്നത് 2019 ഫോട്ടോഷോപ്പിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഫോട്ടോഷോപ്പിനോട് പറയാം ഏതൊക്കെ പോർഷനിൽ നിന്ന് സാമ്പിൾ ചെയ്ത് ഇവിടെ ഫില്ല് ചെയ്യണമെന്നുള്ളത്. അതാണ് ഈ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഫോട്ടോയിൽ ഫോട്ടോഷോപ്പിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് പോർഷനിൽ നിന്ന് സാമ്പിൾ ചെയ്യേണ്ട. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് സാമ്പിളിങ് ഏരിയയിൽ നിന്ന് നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് ഈ പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഓൾട്ട് കീയിൽ പ്രസ് ചെയ്യുക. ഓൾട്ട് കീയിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഈ സെലക്ഷൻ്റെ അതായത് ഇവിടെയുള്ള ഈ ബ്രഷിൻ്റെ നടുക്ക് പ്ലസ് ആകുന്നത് കാണാം. അപ്പോൾ ഈ പോർഷൻ കൂടെ ഫോട്ടോഷോപ്പിനോട് നമ്മൾ പറയുകയാണ് ഇവിടവും കൂടെ ഒന്ന് സാമ്പിൾ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ എന്ന് നമ്മൾ ഫോട്ടോഷോപ്പിനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ സെലക്ഷൻ ഇവിടെ ഒന്നും കൂടെ മാറ്റിയിട്ടുണ്ട് ഫോട്ടോഷോപ്പ്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കണ്ടൻറ്റ് അവെയർ ഫില്ല് പുതിയത്. ഞാനിപ്പോൾ പുതിയ 2 കാര്യങ്ങളെ നിങ്ങളെ കാണിച്ച് ക്വിക്ക് സെലക്ഷൻ ടൂള്, കണ്ടൻറ്റ് അവെയർ ഫില്ല്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം ഫോട്ടോഷോപ്പിൽ. Ctrl+D കൊടുത്താൽ നമ്മുടെ ഈ പോർഷനിൽ നിന്ന് ആ ഒരു സബ്ജക്റ്റ് മാറി. പിന്നെ ഇതൊരു പുതിയൊരു ലെയറായിട്ടാണ് നമ്മുടെ ആ ഒരു സെലക്ഷൻ വരുന്നത്, കണ്ടൻ്റ് അവെയർ ഫില്ലിൽ. അതുകൊണ്ട് നമുക്ക് ഈ 2 ലെയറുകളെ, നമ്മുടെ താഴത്തെ ലെയറിനെയും പുതിയതായിട്ട് ക്രിയേറ്റ് ആയ ലെയറിനെയും ഒന്ന് മെർജ് ചെയ്യാം. മെർജ് ലെയേഴ്സ് കൊടുത്ത് മെർജ് ചെയ്തൊരു സിംഗിൾ ലെയറാക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇങ്ങനെ വന്നു, പുറകിലുള്ള ആ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് മാറി. ഞാൻ വീണ്ടും ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുന്നു. ഞാൻ ക്ലോൺ സ്റ്റാമ്പ് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട് ഫോട്ടോഷോപ്പിൽ. നമ്മൾ ഈ താഴത്തെ ലെയറാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മുടെ ഈ സബ്ജക്റ്റ് ഇരിക്കുന്ന ലെയറിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം മുകളിൽ കൂടെ ഒക്കെ കയറിയാലും പ്രശ്നമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ഫോട്ടോഷോപ്പ് ലൈറ്റ്റൂം ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. കൂടുതൽ ആൾക്കാരും ക്യാമറയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാറില്ല. കൂടുതലും അവർക്ക് ക്യാമറയാണ് പ്രധാനം. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ പഠിക്കുക. നിങ്ങൾക്ക് ക്യാമറയുടെ ആ ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈറ്റ് റൂമോ ഫോട്ടോഷോപ്പോ പഠിക്കാനുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂമിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ചെയ്തത് നമ്മുടെ കണ്ണൊന്നും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏത് ഫോട്ടോ ചെയ്താലും കണ്ണിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഫോട്ടോ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഡിഫറൻസ് ഞാനൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു. ഇതുപോലുള്ള ഗ്രൂപ്പിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ട് കീസ് പഠിച്ചാലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ, ഇത് ഇപ്പോൾ ആഫ്റ്റർ. നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ള പോർഷൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇവിടെ ഇങ്ങനൊരു ആളുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം ഫേസിൽ ചെറുതായിട്ട്. അതിന് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഫില്ല് കൊടുക്കുന്നു, 50% ഗ്രേ എടുക്കുന്നു, ബ്രഷ് എടുത്തിട്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ ബ്ലെൻഡിങ് ഓപ്ഷൻ സോഫ്റ്റ് ലൈറ്റിലേക്ക് മാറ്റുന്നു, ബ്രഷ് എടുക്കുന്നു, ഫ്ലോർ 2-ൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യും. ബേൺ ഞാൻ ചെയ്യാറില്ല നോർമലി, ഡോഡ്ജ് മാത്രമേ ചെയ്യാറുള്ളൂ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട്. അതുപോലെ ഫേസിൽ കുറച്ചും കൂടെ ഒരു റെഡ് കളർ വേണം എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേർവ്സ് എടുത്തിട്ട് റെഡ് ചാനലിൽ പോയിട്ട് റെഡ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഓവറോൾ റെഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് ഫേസിൽ മാത്രമാക്കാം. ഫോട്ടോഷോപ്പിൽ പെട്ടെന്ന് ലെയർ മാസ്ക് ഇൻവേർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഫേസ് മാത്രം ഒന്ന് റിവീൽ ചെയ്യും മാസ്കിനുള്ളിൽ കൂടി. അപ്പോൾ ആ ഫേസും ആ കൈയുടെ പോർഷനും കുറച്ചും കൂടെ റെഡായിട്ട് നമുക്ക് കിട്ടി. ഏകദേശം ഈ ഫോട്ടോയുടെ വർക്ക് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻസ് കൂട്ടാനായിട്ട് ഞാൻ നോർമലി ഹ്യൂ സാച്ചുറേഷൻ ഇതിൽ പോയിട്ട് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആ ഒരു കളറാണ് എനിക്കിഷ്ടം. നമ്മുടെ നോർമൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ലൈറ്റ് റേസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫോട്ടോഗ്രാഫിയിൽ പോയിട്ട് ഞാനിങ്ങനെ ഒരു പാക്ക് യൂസ് ചെയ്യാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നതിനെക്കാട്ടും ഭേദം ജസ്റ്റ് ലൈറ്റ് ബൊക്കെ വേണ്ട, ലൈറ്റ് ലീക്സ് വേണ്ട, നാച്ചുറൽ സൺലൈറ്റ് എടുക്കുന്നു. ജസ്റ്റ് ഒരു നാച്ചുറൽ സൺലൈറ്റ് ഓപ്ഷൻ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സൺലൈറ്റിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സൺലൈറ്റിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ ആ സൺലൈറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹ്യൂ സാച്ചുറേഷനിൽ ഞാൻ സാച്ചുറേഷൻ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുന്നു. ആ സൺലൈറ്റ് എഫക്റ്റ് വന്നപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കുറച്ചും കൂടെ ഡള്ളായ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് സാച്ചുറേഷൻ ഒന്നും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. വേണമെങ്കിൽ നോർമലി ഞാൻ ചില ഫോട്ടോസിലൊക്കെ നിങ്ങൾ ബട്ടർഫ്ലൈസ് ഒക്കെ കാണാറുണ്ട്. അത് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്, സിമ്പിളാണ്. ഓക്കെ, ബട്ടർഫ്ലൈ ഓവർലേസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഓവർലേ എടുക്കുന്നു, ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ആഡ് ചെയ്യുന്നു ബട്ടർഫ്ലൈസിന്. ഓക്കെ, ഇത് പക്ഷേ നമുക്ക് ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട്, നമുക്ക് ഇത്രയും വേണ്ട. ആ ഒരു എന്താ പറയുന്നത്, ഒറിജിനാലിറ്റി നഷ്ടപ്പെടും ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിൽ. ഓക്കെ, എന്നിട്ട് ഞാനിതിൽ ജസ്റ്റ് ഒരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് ഇൻവേർട്ട് ബ്ലാക്ക് ബ്രഷ് കൊണ്ട് വേണ്ടാത്ത ബട്ടർഫ്ലൈസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ചെറിയൊരു അത്യാവശ്യം നല്ലൊരു ഒറിജിനാലിറ്റി ബട്ടർഫ്ലൈസിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു ഫോട്ടോയെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിക്കുക, ലൈറ്റ് റൂം പഠിക്കുക. കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപയോ 50,000 രൂപയോ എക്സ്ട്രാ മുടക്കാതെ നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഫോട്ടോയെ സേവ് ചെയ്യാം എന്ന് നോക്കാം. ഫയൽസിൽ പോയിട്ട് ഞാൻ നോർമലി 2 സേവിങ്സ് നടത്താറുണ്ട്. ഒന്ന് PSD ഫയലായിട്ട് സേവ് ചെയ്യും, ഫോട്ടോഷോപ്പ് ഫയലായിട്ട്. ഇത് പിന്നീട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് PSD ഫയലായിട്ട് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒത്തിരി സ്പേസ്, കമ്പ്യൂട്ടറിൻ്റെ സ്പേസ് യൂസ് ചെയ്യും. ഞാനിത് കുറച്ച് നാളത്തേക്ക് കീപ്പ് ചെയ്യാറുള്ളൂ. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണം, അപ്പോൾ അവർ പറയും എനിക്ക് ഇതുപോലുള്ള ഈ ആർട്ടിഫിഷ്യൽ ബട്ടർഫ്ലൈ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ പോയിട്ട് ആ ലെയർ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ബട്ടർഫ്ലൈ ഇല്ലാതെ ഒരു ഫോട്ടോ കൊടുക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ആ കണ്ണിൻ്റെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ എന്തായാലും കണ്ണിൻ്റെ സംഭവം കൂടെ ചെയ്യാം. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബ്രഷ് സെലക്റ്റഡ് ആണ്, സോഫ്റ്റ് ലൈറ്റ് ബ്ലെൻഡിങ് ഓപ്ഷനിലേക്ക് വരുന്നു. എന്നിട്ട് കണ്ണിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു. വേറൊന്നുമില്ല, ജസ്റ്റ് വൈറ്റ് പോർഷനിൽ ജസ്റ്റ് ഒന്നും കൂടെ, വളരെ കൂടുതലാണ് ഫ്ലോ ഒരു 1-ലോ 2-ലോ കീപ്പ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ആ വൈറ്റ് പോർഷനിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുക. കൃഷ്ണമണിക്കുള്ളിലുള്ള ആ വൈറ്റ് കളറും ഒക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്രൊനൗൺസ് ചെയ്താൽ കണ്ണ് കുറച്ചും കൂടെ ഇറച്ചി നിൽക്കും. പല്ലും ചെറുതായിട്ടൊന്നും ചെയ്യാം. ഒത്തിരി വൈറ്റായി കഴിഞ്ഞാൽ പല്ലൊക്കെ വൃത്തികേടാണ്. ചെറുതായിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ കണ്ണിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി, കണ്ണിലും പല്ലും. അത് വലുതായിട്ട് വിസിബിൾ അല്ല, എന്നിരുന്നാലും അതൊരു ഫോട്ടോയിൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ PSD ഫയൽ ഒന്നും കൂടെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോർമൽ JPEG സേവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ലെയേഴ്സ് എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഒരു സിംഗിൾ ഫോട്ടോ ആക്കുന്നു. അതിനുവേണ്ടി മെർജ് വിസിബിൾ കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും മെർജ് ചെയ്തു. ഫയൽ സേവ് ആസ് അഡ്വാൻസ്ഡ് റീടച്ചിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് JPEG ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നു. വേറൊന്നുമില്ല, സേവ് കൊടുത്തു. നോർമലി നമുക്കിവിടെ JPEG ഓപ്ഷൻസ് വരും. അത് 12 ഞാൻ ചെയ്യാറില്ല, 10 ആണ് കൊടുക്കുന്നത്. നോർമലി 10 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയുടെ എഡിറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാം. ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ബാക്കി കൂടെയുള്ള ഈ പ്രോസസ്സും കൂടെ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർ പകുതി കാര്യങ്ങളെ പഠിക്കത്തുള്ളൂ. ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നത് മാത്രമാണ് എന്നാണ് പലരുടെയും വിശ്വാസം. നമ്മൾ ഏത് ഫോട്ടോ ചെയ്താലും, ഇപ്പം പോർട്രേറ്റ്സ് അല്ല, ഏത് പ്രൊഫഷണൽസിൻ്റെ വെബ്സൈറ്റോ ഇൻസ്റ്റാഗ്രാമോ നോക്കിക്കഴിഞ്ഞാലും അതിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ഥലങ്ങളൊക്കെ എത്ര വൃത്തിയാണ്. അതൊന്നുമല്ല, ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ക്ലോൺ സ്റ്റാമ്പ് ടൂള് അല്ലെങ്കിൽ സെലക്ഷൻ വെച്ച് ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഫോട്ടോയിൽ നിന്ന് മാറ്റുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവർ ഫോട്ടോയിൽ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ക്യാമറയുടെ പുറകെ പോകാതിരിക്കുക. ക്യാഷ് ഉള്ള ആൾക്കാർ വാങ്ങുക, ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുക. നമ്മളാണെങ്കിലും തന്നെ ഏറ്റവും മിനിമം ചിലവിൽ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. വേറൊന്നും പറയാനില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.